ഞാൻ ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് അച്ചാറാണ്. ഇതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് ബീറ്റ്റൂട്ട് എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഒരു 20 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇതിനിടണം. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 15 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, കായം 1 ടീസ്പൂൺ, ഉലുവ ഒരു 3/4 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, വിനാഗിരി നമ്മുടെ പുളിയുടെ അനുസരിച്ച് ആവശ്യത്തിന്. ആദ്യം തന്നെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉലുവ ഇടാം. ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഇനി പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളി ഒക്കെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായവും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് പോകല്ല, ഒരു കടിക്കുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങണം. ഇപ്പോൾ ബീറ്റ്റൂട്ട് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തില്ല, ജസ്റ്റ് ഒരു കടിക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും പുളിയും ഉണ്ടോ എന്നൊക്കെ നോക്കാം.
വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലേക്ക് മാറ്റി അച്ചാറായി ഉപയോഗിക്കാം.